വിശ്വവിദ്യാപീഠം പ്രസൻസ് IQA സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് 2.0. കേരളത്തിന്റെ സപ്തഭാഷ സംഗമഭൂമിയായ കാസർഗോഡ് ജില്ലയിലെ മത്സരത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഏകദേശം 50ഓളം സ്കൂളുകളിൽ നിന്നായി സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിലായി ഇന്ന് കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മത്സരങ്ങൾ നടക്കും. ക്യൂ ഫാക്ടറിയുടെ നേതൃത്വത്തിൽ ലിൻജു NK ആണ് ക്വിസ് മാസ്റ്ററായി എത്തുന്നത് മത്സരത്തിലേക്ക്. ഒരിക്കൽ കൂടെ നമുക്ക് ക്വിസ് മാസ്റ്ററെ സ്വാഗതം ചെയ്യാം. So all the very best to all the teams. Start ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, January 30 മാർട്ടിയേഴ്സ് ഡേ അല്ലെങ്കിൽ പിന്നെ രക്തസാക്ഷി ദിനം ആയിട്ടാണ് ആചരിക്കുന്നത്. ആരോടുള്ള ആദര സൂചകമായിട്ടാണ്, അല്ലെങ്കിൽ ആരുടെ രക്തസാക്ഷി ദിനമാണ് ഇന്ത്യയിൽ January 30 രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്? സെക്കൻഡ് വൺ ക്വസ്റ്റ്യൻ ഇസ് റിലേറ്റഡ് ടു കാസർഗോഡ്. നമുക്കറിയാം സപ്തഭാഷാ ഭൂമിയാണ് അല്ലേ. കാസർഗോഡിൽ 89.9% ആൾക്കാർ മലയാളം സംസാരിക്കുന്നു. സെക്കൻഡ് മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ കാസർഗോഡ്. ഒരു കല്യാണ ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത് ചിത്രത്തിൽ. എനിക്ക് ഭാര്യയുടെ പേര് വേണ്ട, ഭർത്താവ് ആരാണെന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ സബ് ജൂനിയർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ചെയ്ത ഒന്നാമത്തെ ടീം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇദ്ദേഹം ഏത് ഡാൻസ് ഫോമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ആൾ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പാർത്ഥി സുബ്ബ is known as the founder. Okay. Team 4. ഗാനം. That's the right answer. So 100 points. 100 points to Team 4. Bolu is the mascot of which firm or organization or company in India എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ റെയിൽവേ. That's the right answer. Again plus 100 to Team 4. Identify the map. Kasaragod edition of State Quiz Championship 2.0. We have Team 4 with 190 points. ഒന്നാമത്തെ ചോദ്യം പ്രിലിംസിലെ ഒന്നാമത്തെ ചോദ്യം, 1913 January 30 ബുഡാപെസ്റ്റ്, ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ് ഇവർ ജനിച്ചത്. അവരോടുള്ള ആദര സൂചകമായിട്ട് ഗൂഗിൾ പുറത്തിറക്കിയ ഡൂഡിലാണ് നിങ്ങൾ മുകളിൽ കാണുന്നത്. സോ ആരാണ് ഈ വ്യക്തി? ഓക്കെ, സെക്കൻഡ് വൺ. His name is ശ്യാം ശരൺ നേഗി. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്തോ ഒരു കാര്യം ചെയ്ത വ്യക്തിയാണ്. എന്ത് ചെയ്ത വ്യക്തി എന്ന് എഴുതിയാൽ മതി. ഒന്നുകൂടെ പേര് എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നിങ്ങൾ കൊടുക്കുക, വോളണ്ടിയേഴ്സിന് പേപ്പർ കൊടുക്കുക. ഫൈനൽസിലേക്കുള്ള 4 ടീമുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഒന്നാമത്തെ ചോദ്യം, ദ സ്ട്രക്ചർ ഇസ് നോൺ ആസ് സ്മിത്സ് ഫോളി. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മോണ്യുമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോണ്യുമെൻറ്റിൻ്റെ ഭാഗമാണ്. ഏത് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ് സ്മിത്സ് ഫോളി? ടീം 2, യെസ്, വിച്ച് മോണ്യുമെൻറ്റ്? കുത്തബ് മിനാർ. That's the right answer. അതായത് എനിക്കൊരു സ്ഥലത്തിൻ്റെ പേരാണ് വേണ്ടത്, ഇന്ത്യയിലെ ഒരു പ്രദേശത്തിൻ്റെ പേരാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണെന്ന് പറയപ്പെടുന്നുണ്ട്, പക്ഷെ അതല്ല, ഹിസ്റ്റോറിക്കലി ദാറ്റ് ഇസ് നോട്ട് ട്രൂ. പക്ഷെ അങ്ങനെ ഒരു മിത്ത് ഓർ സ്റ്റോറി ഉണ്ട്. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ഒരു ഡോക്ടറാണ് ഇവർ. അയർലൻഡിലെ ഡബ്ലിനിൽ ആണ് ഇപ്പോൾ അവർ വർക്ക് ചെയ്തിരുന്നത്. എന്ത് നേട്ടം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ഇവർ? And the final score and the second prize, the first runner-up of State Quizzing Championship 2.0 Kasaragod edition, Team 4 with 1,200 points, 1,200 points, and the champions we have Team 2 with 1,350 points, 1,350 points. Okay. അറിവിൻ്റെ ഒളിമ്പിക്സ് എന്നാണ് ഇൻ്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷനും അതുപോലെ തന്നെ അമൃത വിദ്യാപീഠവും സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിന് പേരിട്ടിരിക്കുന്നത്. മികച്ച നിലയിൽ മുന്നോട്ട് പോകുന്ന ഈ കാഞ്ഞങ്ങാട് സൗത്ത് സ്കൂളിൽ വെച്ച് നടത്താൻ തിരഞ്ഞെടുത്തതിൽ ഏറെ അഭിനന്ദിക്കുന്നു. ഇവിടെ മത്സരിച്ച എല്ലാ വിദ്യാർത്ഥികളും അവർ ഇനി ഭാവിയിലും ഇതുപോലുള്ള എല്ലാ മത്സരങ്ങളിലും വിജയിക്കുന്നോ ഇല്ലയോ എന്നതല്ല, മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ആ ഒരു തീരുമാനം വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുക എന്നത് ആണ് ഏറ്റവും പ്രധാനം. ആ നിലയിൽ ഇവിടെ മത്സരരംഗത്തേക്ക് വന്ന എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുന്നു. Hari Govind C and Aaron John C, 10,000 rupees. Sub Junior Champion Sentence, AUPS Nileshwar. ഇനി നമുക്ക് ജൂനിയേഴ്സിലേക്കാണ്. ജൂനിയേഴ്സിലെ റണ്ണേഴ്സ് ആ ശിവദ എസ് പ്രജിത് ആൻഡ് ശിവാഞ്ജന കെ, 10,000 rupees. GHSS Tiveni, KP Pooja Lakshmi and Muhammad Fawaz, SAT HSS Manjeshwar, 20,000 rupees.